ഹായ് ഐ നോബഡി. പൃഥ്വിരാജ് സുകുമാരൻ നായകനായ സിനിമ, പാർവതിയാണ് സിനിമയിലെ നായിക, നിസാം ബഷീറാണ് സിനിമയുടെ സംവിധായകൻ. ഈ സിനിമയുടെ ടീസറും ട്രെയിലറും എല്ലാം വലിയ പ്രതീക്ഷയാണ് എന്നിൽ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ആ പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ ആ പ്രതീക്ഷ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സിനിമയുടെ ബുക്കിംഗ് കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ വിചാരിച്ചത് മികച്ച രീതിയിലുള്ള ഒരു പ്രീസെയിൽ കളക്ഷൻ സിനിമയ്ക്ക് കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച ലെവൽ പ്രീസെയിലേക്ക് സിനിമ എത്തപ്പെട്ടില്ല എന്നുള്ളത് എടുത്തു പറയുന്നു. ഞാൻ തിയേറ്ററിൽ പോയപ്പോഴും പടത്തിന് ആള് കുറവായിരുന്നു. ഇനി സിനിമയെക്കുറിച്ച് പറയുകയാണ്. എന്റെ പ്രതീക്ഷ വാനോളമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താണോ പ്രതീക്ഷിച്ചത് ആ രീതിയിൽ തന്നെയാണ് സിനിമ തുടങ്ങിയത്. വളരെ മികച്ച തുടക്കം. ആ തുടക്കത്തിലൂടെ നമ്മൾ സിനിമയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ഇന്റർവെല്ല് വരെ ഗംഭീരമായിരുന്നു. ഇന്റർവെൽ സമയത്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സിനിമ എന്താവും എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു. അതായത് ഇനി എന്ത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ. ആ രീതിയിലാണ് ഇന്റർവെല്ല് വരെയും അവർ എടുത്തു വെച്ചിരിക്കുന്നത്. എല്ലാം ഗംഭീരമായിരുന്നു. അതായത് അഭിനേതാക്കളായാലും എഡിറ്റിംഗ് ആയാലും ക്യാമറ വർക്ക് ആയാലും എല്ലാം ഗംഭീരമായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഗംഭീരമായിരുന്നു. ഒരു ബാങ്ക് റോബറി, ഇതാണ് ഇതിലെ വിഷയം. 17 കോടി. ഈ 17 കോടി എവിടെ? ഇതിലകപ്പെടുന്ന പൃഥ്വിരാജ്. ഇതാണ് സിനിമയുടെ കഥ. അതായത് നമ്മളെ ത്രില്ലടിപ്പിക്കുന്ന തരത്തിലാണ് സിനിമയുടെ കഥ കൊണ്ടുപോകുന്നത്. അതിൽ ഫാമിലി ഉൾപ്പെടുന്നു. അതായത് പാർവതിയും 2 മക്കളും. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് ഇന്റർവെൽ വരെയും അവർ കൊണ്ടെത്തിച്ചത്. ഒരു ബോറടിയും ഇല്ലാതെ മികച്ച രീതിയിൽ ഇന്റർവെൽ വരെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് സത്യം പറഞ്ഞാൽ അതുവരെ ചെയ്തു വെച്ച അതേ ടീം തന്നെയാണോ ഈ സിനിമ ബാക്കിയും എടുത്തത് എന്ന് നമുക്ക് തോന്നിപ്പോകും. കഥയുടെ പോക്ക് അത് വേറെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ ക്ലൈമാക്സിലേക്ക് എത്തുന്നു, പടം അവസാനിക്കുന്നു. പക്ഷേ നമ്മൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇവർ ഇത്രയും ബിൽഡപ്പ് കൊടുത്തത്? നമ്മളിൽ പ്രതീക്ഷ അവർ തന്നത് എന്തിനു വേണ്ടിയായിരുന്നു? കാരണം നമ്മൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും സിനിമയിലില്ല. അതായത് അവർ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ പല കാര്യങ്ങളും ഉണ്ടാവുമെന്ന് ചിന്തിക്കും. പക്ഷെ ഒന്നുമില്ല. ക്ലൈമാക്സ് കഴിയുമ്പോൾ നമുക്ക് പല ചോദ്യങ്ങളാണ്. അതെന്തായി, ഇതെന്തായി? അതായത് ഒന്നും കൃത്യമായി പറഞ്ഞു തരുന്നില്ല. ഒരു സാധാരണ ഒരു മനുഷ്യൻ ചില പ്രശ്നങ്ങളിൽ അകപ്പെടുന്നു, അയാൾ എന്തൊക്കെയോ ചെയ്യുന്നു. ആ രീതിയിലാണ് കഥ പറഞ്ഞു പോയത്. പക്ഷെ നമ്മൾക്ക് അത് ഇന്റർവെൽ വരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലായത്. എന്നെ സംബന്ധിച്ച് ഐ നോബഡി എന്ന സിനിമ ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. അതായത് ഇന്റർവെല്ല് വരെ സിനിമ ഗംഭീരമായിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് അത്രയും ദഹിച്ചില്ല എന്നുള്ളത് എടുത്തു പറയും. അഭിനയിച്ച എല്ലാവരും മികച്ചതാക്കിയിട്ടുണ്ട്. അമിത പ്രതീക്ഷയില്ലാതെ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വരും. എന്തായാലും എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് സിനിമ സമ്മാനിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് കണ്ടവർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.